പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ നിങ്ങൾ? പുറകിലൊരു ആന നിൽക്കുന്നല്ലോ എന്ന് ചിന്തിക്കുകയാണോ? മൂന്നാറിൽ ഒരു നല്ല ഗാർഡൻ ഉണ്ട്. കേരളത്തിലെ ഒരു മലമ്പ്രദേശമാണ് മൂന്നാർ. ഇത് മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ വലിയൊരു ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ ശരിക്കുമുള്ളതാണെന്ന് തോന്നും. റിയൽ ആനയെപ്പോലെ തന്നെയുണ്ട്. ഒരു കാലത്ത് ഒരാന ഈ സ്ഥലത്ത് ഭയങ്കര പ്രശ്നമുണ്ടാക്കിയിരുന്നത്രേ. അത് നല്ല വലുപ്പമുള്ള ആനയായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയതാണ് ഇത്. ജനങ്ങളെ പേടിപ്പിച്ച ഒരു ആനയുടെ ശില്പമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി. ശരി, ദൈവം ഇന്നത്തേക്ക് തന്നിരിക്കുന്ന വാക്കെന്താണെന്നറിയണ്ടേ? യെഹെസ്കേൽ 36 25 വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും എന്ന് യഹോവ പറയുന്നു. നാം നിർമ്മലരാവേണ്ടത് ആവശ്യമാണ്. ശുദ്ധിയുള്ളവരാകണം. നമ്മളെപ്പോഴും വീട് വൃത്തിയാക്കുന്നുണ്ട്, അല്ലേ? നിങ്ങളുടെ ഓഫീസ് ക്ലീൻ ചെയ്ത് അത് വൃത്തിയാക്കുന്നു. നിങ്ങൾ ചെന്നൈ പട്ടണത്തിൽ വന്നാൽ അർദ്ധരാത്രി സമയത്ത് പലരും റോഡ് അടിച്ചുവാരി വൃത്തിയാക്കുന്നത് കാണാം. കാരണം പകലിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. നൈറ്റിൽ ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് അടിച്ചുവാരി റോഡുകളെല്ലാം വൃത്തിയാക്കും. പകല് മുഴുവനും ചപ്പും ചവറും വീഴുന്നത് കൊണ്ട് രാത്രി അടിച്ചു വാരിയാൽ അടുത്ത ദിവസം രാവിലെ നല്ല വൃത്തിയായിരിക്കും. ഒരു പാർക്കിൽ രാവിലെ ചെന്നാൽ നല്ല വൃത്തിയുള്ളതായിരിക്കും. കാരണം തലേ ദിവസം രാത്രി അത് അടിച്ചുവാരി നല്ല വൃത്തിയാക്കും. നാം പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. പാപക്കറകൾ നമ്മുടെ മേലുണ്ടാകും. മോഹം, ഇച്ഛ, ചില സമയത്ത് കോപം, ചില സമയത്ത് മോശമായ വാക്കുകൾ എന്നിങ്ങനെയുള്ള പാപമാലിന്യങ്ങൾ നമ്മിലുണ്ടാവുന്നു. ഞാൻ നിന്നെ ശുദ്ധീകരിക്കുമെന്ന് ദൈവം പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് നാം അതിരാവിലെ എഴുന്നേറ്റ് വേദവചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം മുഖേന നാം ശുദ്ധീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവം നമ്മുടെ മാലിന്യങ്ങളെ അകറ്റി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ നിന്നെ ശുദ്ധീകരിക്കും, നീ ശുദ്ധിയുള്ളവനാകുമെന്ന് പറയുന്നു. നമുക്ക് സ്വയം ശുദ്ധീകരിക്കുവാൻ സാധിക്കില്ല. ദൈവമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നവൻ. നിങ്ങൾക്ക് മനസ്സിലാകും ഏത് കാര്യത്തിലാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന്. ചിലർക്ക് കാഴ്ചയിൽ പ്രശ്നം, ചിലർക്ക് സംസാരത്തിൽ പ്രശ്നം, ചിലർക്ക് കേൾവിയിലായിരിക്കും പ്രശ്നമുള്ളത്, ചിലർക്ക് ബുദ്ധിയിൽ, ചിന്തയിലാണ് പ്രശ്നം. മാലിന്യങ്ങൾ ഉണ്ടാകും, തെറ്റായ ചിന്തകൾ ഉണ്ടാകുന്നു, പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാപത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നു. ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ദൈവം ശുദ്ധീകരിച്ച് നിർമ്മലരാക്കി നിങ്ങളെ ഏറ്റവും അധികം ശുദ്ധിയുള്ളവരാക്കി മാറ്റുന്നതാണ്. ദൈവത്തോടടുക്കും തോറും പാപത്തിന്റെ സകല കാര്യങ്ങളും കുറഞ്ഞു കുറഞ്ഞ് പൂർണ്ണ ശുദ്ധിയുള്ളവരായി മുന്നേറിക്കൊണ്ടിരിക്കും. കേട്ടോ, ഹൃദയത്തിൽ കൈവച്ച്, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവേ എന്നെ ശുദ്ധീകരിക്കണേ, അങ്ങയുടെ രക്തത്താലും ആത്മാവിനാലും എന്നെ ശുദ്ധീകരിക്കണമേ. വചനത്തിൽ ശുദ്ധീകരിച്ചാൽ ഞാൻ നിർമ്മലനാകും. ഈ മകനും ഈ മകളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ശുദ്ധീകരിച്ചവരെ സന്തോഷത്താൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ